ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഥ ത്രയോവിംശതിതമോऽധ്യായ. ശ്രീശുക ഉവാച. അഥ തസ്മാൽ പരതസ്ത്രയോ ദശലക്ഷയോജനാന്തരतो യത്തൽ വിഷ്ണോ പരമം പദമഭിവദന്തി യത്രഹ മഹാഭാഗവതോ ധ്രുവ ഔത്താനപാദിരഗ്നിനേന്ദ്രേണ പ്രജാപതിനാ കശ്യപേന ധർമ്മേണ ച സമകാലയുഗ്ഭിः സ ബഹുമാനം ദക്ഷിണത ക്രിയമാണ ഇദാനീമപി കൽപ്പജീവീനാമാജീവ്യ ഉപാസ്തേ തസ്യേഹാനുഭാവ ഉപവർണിത സ ഹി സർവേഷാം ജ്യോതിർഗണാനാം ഗ്രഹനക്ഷത്രാദീനാം നിമിഷേ അനിമിഷേണാവ്യക്തരഹം ഹസ ഭഗവതാ കാലേന ഭ്രാമ്യമാണാനം സ്ഥാണുരിവാവഷ്ടംഭ ഈശ്വരേണ വിഹിത ശശ്വതവഭാസത്തെ യഥാ മേടീസ്തംഭ ആക്രമണവശവ സംയോജിതാസ്ത്രിഭിസ്ത്രിഭിः സവനൈർയഥാസ്ഥാനം മണ്ഡലാനി ചരന്ത്യേവം ഭഗണാഗ്രഹാദയ ഏതസ്മിന്നന്തർബഹിർയോഗേന കാലചക്ര ആയോജിതാ ധ്രുവമേവാവലംബ്യ വായുനോ ദീര്യമാണം ആകൽപ്പാനം പരിചംക്രമന്തി നഭസി യഥാ മേഘാശ്യേനാദയോ വായുവശ കർമ്മസാരഥയ പരിവർത്തന്തെ ഏവം ജ്യോതിർഗണാ പ്രകൃതിപുരുഷസംയോഗാനുഗൃഹീത കർമ്മനിർമ്മിതഗതയോ ഭുവി ന പതന്തി കേചനൈതജ്ജ്യോതിരനീകം ശിശുമാരസംസ്ഥാനേന ഭഗവതോ വാസുദേവസ്യ യോഗധാരണയാ മനുവർണയന്തി യസ്യ പുശ്ചാഗ്രേ വാക്ഷിരസ കുണ്ഡലീഭൂതദേഹസ്യ ധ്രുവ ഉപകൽപ്പിതസ്തസ്യ ലാംഗുലേ പ്രജാപതിരഗ്നിരിന്ദ്രോ ധർമ്മ ഇതി പുശ്ചമൂലേ ധാതാ വിധാത ച കട്യാം സപ്തർഷയ തസ്യ ദക്ഷിണാവർത്തകുണ്ഡലീഭൂതശരീരസ്യ യാന്യുദഗയനാനി ദക്ഷിണപാർശ്വേ തു നക്ഷത്രാണ്യുപകൽപ്പയന്തി ദക്ഷിണായനാനി തു സവ്യേ യഥാ ശിശുമാരസ്യ കുണ്ഡലാഭോഗസന്നിവേശസ്യ പാർശ്വയോരുഭയോരപ്യവയവാ സമസംഖ്യാ ഭവന്തി പൃഷ്ഠേ ത്വജവീധി ആകാശഗംഗാ ചോദരത പുനർവസുപുഷ്യൗ ദക്ഷിണവാമയോ ശ്രോണ്യോരാർദ്രാശ്ലേഷേ ച ദക്ഷിണവാമയോ പശ്ചിമയോ പാദയോരഭിജിതുത്തരാഷാഢേ ദക്ഷിണവാമയോർനാസികയോർയഥാസംഹ്യം ശ്രവണപൂർവാഷാഢേ ദക്ഷിണവാമയോർലോചനയോർധനിഷ്ഠാമൂലം ച ദക്ഷിണവാമയോ കർണയോർമഖാദീന്യഷ്ട നക്ഷത്രാണി ദക്ഷിണായനാനി വാമപാർശ്വവംഘ്രിഷു യുഞ്ജീത തഥൈവ മൃഗശീർഷാദീന്യുദഗയനാനി ദക്ഷിണപാർശ്വവംഘ്രിഷു പ്രതിലോമ്യേന പ്രയുഞ്ജീത ശതപിശാജ്യേഷ്ഠേ സ്കന്ധയോർദക്ഷിണവാമയോർന്യസ്യേത് ഉത്തരാഹനാവഗതസ്ഥിരധരാഹനൗ യമോ മുഖേഷു ചാംഗാരക ശനൈശ്ചര ഉപസ്ഥേ ബൃഹസ്പതി കകുതി വക്ഷസ്യാദിത്യോ ഹൃദയോ നാരായണോ മനസി ചന്ദ്രോ നാഭ്യാമുശനാസ്തനയോരശ്വിനൗ ബുധപ്രാണാപാനയോ രാഹുർഗളേ കേതവഃ സർവാംഗേഷു രോമസു സർവേ താരാഗണാ ഏതതു ഹൈവ ഭഗവതോ വിഷ്ണോ സർവദേവതാമയം രൂപമഹരഃ സന്ധ്യായാം പ്രയതോ വാഗ്യതോ നിരീക്ഷമാണ ഉപതിഷ്ഠേത നമോ ജ്യോതിർലോകായ കാലായ കാലായനായ നിമിഷാം പതയേ മഹാപുരുഷായാഭിധീമഹീതി ഗ്രഹർഷതാരാ മയമാധിദൈവികം പാപാപഹം മന്ത്രകൃതാം ത്രികാലം നമസ്യത സ്മരതോ വാ ത്രികാലം നശ്യേത തൽകാലജമാശുപാപം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാർവഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ ശിശുമാരസംസ്ഥാവർണ്ണനം നാമ ത്രയോവിംശതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. പഞ്ചമസ്കന്ധം 23-ാം അധ്യായം. സൂര്യദേവൻ്റെ പ്രഭാവത്തെപ്പറ്റി കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. സാക്ഷാൽ നാരായണൻ തന്നെയാണ് പ്രത്യക്ഷ രൂപത്തിൽ സൂര്യദേവനായി കാണപ്പെടുന്നത്.
സന്ധ്യോപാസനയുടെ പ്രാധാന്യവും ഇതിലൂടെ വ്യക്തമാകുന്നു. ഋതുക്കൾ, വത്സരാദി കാലഗണന ഇതെല്ലാം സൂര്യൻ്റെ സഞ്ചാരം മൂലമാണ്. ചന്ദ്രൻ്റെയും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനവും സ്വാധീനങ്ങളും പറഞ്ഞ ശേഷം വിഷ്ണുപദമായ ധ്രുവമണ്ഡലം ശനിയിൽ നിന്ന് 11 ലക്ഷം യോജന ദൂരെയാണെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് വിശദീകരിക്കുകയാണിവിടെ. ഭഗവാന്റെ ശിശുമാര സ്വരൂപവും അതിൻ്റെ മാഹാത്മ്യവും വർണ്ണിക്കുകയാണ് ശുകമഹർഷി. അഥ തസ്മാത് പരതസ്ത്രയോദശലക്ഷയോജനാന്തരതോ യത്തദ്വിഷ്ണോഃ പരമം പദമഭിവദന്തി യത്ര മഹാഭാഗവതോ ധ്രുവ ഔത്താനപാതിരഗ്നിനേന്ദ്രേണ പ്രജാപതിനാ കശ്യപേന ധർമ്മേണ ച സമകാലയുഗ്ഭിः സ ബഹുമാനം ദക്ഷിണത ക്രിയമാണ ഇദാനീമപി കൽപ്പജീവൈനാമാജീവ്യ ഉപാസ്തേ. ഋഷികളുടെ സ്ഥാനത്ത് നിന്ന് വളരെ അകലെ 13 ലക്ഷം യോജന ദൂരെ വിഷ്ണുപദം, അതുതന്നെ ധ്രുവസ്ഥാനം. ചതുർത്ഥ സ്കന്ധത്തിൽ ധ്രുവൻ്റെ ചരിതം വിവരിച്ചിട്ടുണ്ട്. ഭഗവത് ഭക്തരിൽ അഗ്രഗണ്യനാണല്ലോ ധ്രുവൻ. അഗ്നി, ഇന്ദ്രൻ, പ്രജാപതി, കശ്യപൻ തുടങ്ങിയ ദേവതകൾ അത്യധികം ബഹുമാനപൂർവം ധ്രുവനെ വലത്തുഭാഗത്താക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നു. ഇന്നും എന്നും സകലർക്കും സേവ്യനാണ് ഔത്താനപാതിയായ ധ്രുവൻ. സ ഹി സർവേഷാം ജ്യോതിർഗണാനാം ഗ്രഹനക്ഷത്രാദീനാം അനിമേഷേണാവ്യക്തരംഹസാ ഭഗവതാ കാലേന ഭ്രാമ്യമാണാനാം സ്ഥാണുരിവാവഷ്ടംഭ ഈശ്വരേണ വിഹിത ശശ്വതവഭാസതേ. പ്രസിദ്ധനായ ആ ധ്രുവൻ ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ മുതലായ സകല ജ്യോതിർഗോളങ്ങൾക്കും ആധാരമായ ഒരു തൂണുപോലെ കണ്ണടയ്ക്കാത്തവനായി എപ്പോഴും പ്രകാശിക്കുന്നു. നിശ്ചയിക്കാനാവാത്തത്ര വേഗതയുള്ള ഭഗവാനും കാലസ്വരൂപനുമായ ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ടവനായാണ് ധ്രുവൻ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ധ്രുവൻ ഇങ്ങനെ എക്കാലവും ശോഭിക്കുന്നു. യഥാ മേഢീസ്തംഭ ആക്രമണപശവഃ സംയോജിത ത്രിഭിസ്ത്രിഭിഃ സവനൈർ യഥാസ്ഥാനം മണ്ഡലാനി ചരന്ത്യേവം ഭഗണാഗ്രഹാദയ ഏതസ്മിന്നന്തർബഹി യോഗേന കാലചക്ര ആയോജിത ധ്രുവമേവാവലംബ്യ വായുനോദീര്യമാണ ആകൽപാന്തം പരിചക്രമന്തി. പഴയ കാലത്ത് കറ്റമെതിച്ച് ധാന്യങ്ങൾ വേർപെടുത്തിയെടുക്കുന്ന രീതി പറഞ്ഞ് ധ്രുവൻ്റെ മഹാത്മ്യത്തെ വിവരിക്കുന്നു. കൃഷിക്കാരൻ കളത്തിന് നടുവിൽ ഒരു കുറ്റി ഉറപ്പിച്ച് അതിൽ കാളകളെ കെട്ടും. കറ്റകൾ പരത്തിയിട്ട് അതിനു മേലെ കൂടി കാളകളെ നടത്തും. കാളകളുടെ സഞ്ചാരത്താൽ നെന്മണികൾ വൈക്കോലിൽ നിന്ന് വേർപെട്ട് കിട്ടുകയും ചെയ്യും. ഒരു സംഘം കാളകൾ ക്ഷീണിക്കുമ്പോൾ വേറൊരു സംഘത്തെ കെട്ടുകയാണ് പതിവ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇങ്ങനെ വെവ്വേറെ സംഘത്തെ നിയോഗിച്ച് കറ്റമെതിക്കൽ നടത്തുന്നു. കാളകൾ അവരവരുടെ സഞ്ചാരപഥത്തിൽ കൂടി സഞ്ചരിക്കുന്ന വിധത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവർ വേറെ സ്ഥാനത്തേക്ക് മാറില്ല. ഇതുപോലെ നക്ഷത്രഗണങ്ങളും ഗ്രഹങ്ങളും ധ്രുവൻ്റെ മേൽഭാഗത്തും കീഴ്ഭാഗത്തും ഈശ്വരപ്രഭാവത്താൽ നിബദ്ധരായി ധ്രുവനെ ആശ്രയമായി സ്വീകരിച്ച് വായുവിനാൽ പ്രേരിതരായി കൽപ്പകാലം വരെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നഭസി യഥാ മേഘാ ശ്യേനാദയോ വായുവശ
കർമ്മസാരഥയഃ പരിവർത്തന്തെ ഏവം ജ്യോതിർഗണാഃ പ്രകൃതിപുരുഷസംയോഗാനുഗൃഹീതാ കർമ്മനിർമ്മിതഗതയോ ഭുവി ന പതന്തി. ആകാശത്തിൽ മേഘങ്ങളും പരുന്ത് മുതലായ പക്ഷികളും ചുറ്റി സഞ്ചരിക്കുന്നത് വായുവിനും സ്വകർമ്മത്തിനും അധീനങ്ങളായാണ്. അതുപോലെ ജ്യോതിർഗണങ്ങൾ പ്രകൃതി പുരുഷ സംയോഗത്താൽ അനുഗ്രഹീതരായി കർമ്മനിർമ്മിത ഗതികളോടു കൂടിയവയായി ഭൂമിയിൽ പതിക്കാതെ സഞ്ചരിക്കുന്നു. കേചനേതജ്ജ്യോതിരനീകം ശിശുമാരസംസ്ഥാനേന ഭഗവതോ വാസുദേവസ്യ യോഗധാരണായാമനുവർണ്ണയന്തി. ഈ ജ്യോതിസമൂഹം ഭഗവാൻ വാസുദേവൻ്റെ യോഗധാരണയാൽ നിലനിൽക്കുന്നു എന്നും പറയപ്പെടുന്നു. ഭഗവാന്റെ ആശ്രയത്തിൽ നിൽക്കുന്ന ജ്യോതിശ്ചക്രത്തിന് പതനശങ്ക വേണ്ട എന്ന ആശയമാണ് ഇവിടെ ലഭിക്കുന്നത്. ഭഗവാന്റെ ശിശുമാര സ്വരൂപമാണ് തുടർന്ന് വർണ്ണിക്കുന്നത്. ശിശുമാര രൂപം എന്ന് പറഞ്ഞാലും ഭഗവാനെ വിശ്വരൂപനായി കൽപ്പിച്ചാണ് പറയുന്നത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം ഭഗവാന്റെ അവയവങ്ങളാണെന്ന് വരുന്നു. ഈ വിശ്വത്തിൽ ഭഗവാന്റെ അല്ലാതെ യാതൊന്നുമില്ല എന്ന സത്യം വ്യക്തമാക്കുകയാണ് ഈ വർണ്ണനയിലൂടെ. ശിരസ്സുള്ളിലാക്കി വലയാകാരമായിരിക്കുന്ന ശരീരത്തോടുകൂടിയ ശിശുമാര സ്വരൂപം, ഇത് ഒരു പാമ്പ് വലയമിട്ട് കിടക്കും പോലെയാണ്. ആ രൂപത്തിൻ്റെ പുച്ഛാഗ്രത്തിൽ ധ്രുവമണ്ഡലം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വാലിൽ പ്രജാപതി, അഗ്നി, ഇന്ദ്രൻ, ധർമ്മൻ എന്നിവരാണ്. പുച്ഛമൂലത്തിൽ ധാതാവ്, വിധാതാവ് എന്നീ ദേവന്മാരും കടിപ്രദേശത്തിൽ സപ്തർഷികളും വസിക്കുന്നു. ദക്ഷിണാവർത്ത കുണ്ടലീഭൂത ശരീരത്തിൻ്റെ വലതുഭാഗത്ത് ഉത്തരായണ നക്ഷത്രങ്ങളും ഇടത്തുഭാഗത്ത് ദക്ഷിണായന നക്ഷത്രങ്ങളുമാണ്. ഇരുഭാഗത്തുമുള്ള നക്ഷത്രങ്ങൾ സമസംഖ്യ തുല്യങ്ങളാണെന്ന് വരുന്നു. പൃഷ്ഠഭാഗത്തിൽ അജവീധിയാകുന്ന ആകാശഗംഗ ഉദരത്തിൽ നിന്ന്, വലത്തുഭാഗത്തെ ശ്രോണിയിൽ പുനർവസു, അതായത് പുണർദം, ഇടതുഭാഗത്ത് പൂയ. തിരുവാതിരയും ആയില്യവും വലതുമിടത്തുമായ പാദങ്ങളിൽ, അഭിജിത്തും ഉത്രട്ടാദിയും വലത്തുമിടത്തുമായ നാസികകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. തിരുവോണവും പൂരുരുട്ടാദിയും വലത്തും ഇടത്തും നേത്രങ്ങളിൽ, അവിട്ടവും മൂലവും കർണങ്ങളിൽ. മകം തുടങ്ങി 8 നക്ഷത്രങ്ങൾ ദക്ഷിണായനത്തിലുള്ളവ ഇടത്തുഭാഗത്തെ എല്ലുകളിൽ. ഉത്തരായണത്തിലെ 8 നക്ഷത്രങ്ങൾ മകീരം മുതലുള്ളവ വലത്തുഭാഗത്തെ അസ്ഥികളിലും. ചതയവും തൃക്കേട്ടയും വലത്തും ഇടത്തും സ്ഥലങ്ങളിലുമാണ് വിന്യസിക്കേണ്ടത്. ഉത്തരാഹനോ അഗസ്തിരധനാഹനോ യമോ മുഖേഷു ചാങ്കാരക ശനീശ്ചര ഉപസ്ഥേ ബൃഹസ്പതി കകുതി വക്ഷസ്യാദിത്യോ ഹൃദയേ നാരായണോ മനസി ചന്ദ്രോ നാഭ്യാമുശന സ്തനയോരശ്വിനോ ബുധ പ്രാണാപാനയോ രാഹുർഗളേ കേതവ സർവാംഗേഷു രോമസു സർവേ താരാഗണ. കവിൾത്തടത്തിൻ്റെ മേൽഭാഗത്ത് അഗസ്ത്യനും താഴെ ഭാഗത്ത് യമനും മുഖത്ത് ചൊവ്വയും ഉപസ്ഥത്തിൽ ശനിയും പിരടിയിൽ ബൃഹസ്പതിയും മാറിടത്തിൽ ആദിത്യനും ഹൃദയത്തിൽ ശ്രീനാരായണനും മനസ്സിൽ ചന്ദ്രനും നാഭിയിൽ ശുക്രനും സ്തനങ്ങളിൽ അശ്വിനി ദേവന്മാരും പ്രാണാപാനവായുക്കളിൽ ബുധനും ഗളത്തിൽ രാഹുവും സർവാംഗങ്ങളിലും കേതുവിനെ സൂചിപ്പിക്കുന്ന നക്ഷത്രങ്ങളും രോമങ്ങളിൽ സർവനക്ഷത്രഗണങ്ങളും വസിക്കുന്നു.
ഏതദു ഹൈവ ഭഗവതോ വിഷ്ണോ സർവദേവതാമയം രൂപമഹരഃ സന്ധ്യായാം പ്രയതോ വാഗ്യതോ നിരീക്ഷമാണ ഉപതിഷ്ഠേത നമോ ജ്യോതിർലോകായ കാലായനായ നിമിഷാം പതയേ മഹാപുരുഷായാഭിധീമഹീതി. മഹാവിഷ്ണുവിൻ്റെ സർവദേവതാമയമായ ശിശുമാര രൂപമാണ് ഇവിടെ പറഞ്ഞത്. ഈ രൂപത്തെ ദിവസവും സന്ധ്യാസമയത്ത് ഏകാഗ്രമനസ്സോടെ ജ്യോതിർലോകത്തെ നോക്കി മന്ത്രം ജപിച്ചുകൊണ്ട് ഉപാസിക്കണം. ജ്യോതിസ്സുകൾക്ക് ആശ്രയഭൂതനും കാലസ്വരൂപനും സൂര്യാദിഗ്രഹങ്ങളുടെ പതിയുമായിരിക്കുന്ന പുരുഷനായിക്കൊണ്ട് നമസ്കാരം എന്ന അർത്ഥം വരുന്ന ഈ മന്ത്രമാണ് ജപിക്കേണ്ടത്. ഗ്രഹക്ഷതാരാമയമാധിദൈവികം പാപാപഹം മന്ത്രകൃതാം ത്രികാലം നമസ്യത സ്മരതോ വാത്രികാലം നശ്യേത തത്കാലജമാശു പാപം. ഗ്രഹനക്ഷത്രാദി സ്വരൂപത്തിൽ പ്രകാശിക്കുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ ചൈതന്യത്താലാണ് ഇവയെല്ലാം പ്രകാശിക്കുന്നത്. മന്ത്രജപാദികളാൽ സേവിക്കുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്നു ഭഗവാൻ. ഈ ശിശുമാര സ്വരൂപത്തെ ത്രിസന്ധ്യകളിലും നമസ്കരിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നവരുടെ പാപം ഉടൻ നശിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ. സന്ധ്യാവന്ദനാദി നിത്യകർമ്മങ്ങൾ മുടക്കം കൂടാതെ അനുഷ്ഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഓർമ്മിപ്പിക്കുന്നത് ഇതിലൂടെ. ഗ്രഹക്ഷതാരങ്ങളിൽ മാത്രമല്ല, ഈ ബ്രഹ്മാണ്ടത്തിലെ സകലതിലും വിളങ്ങുന്ന ഭഗവാനെ, ഭഗവത് ചൈതന്യത്തെ സ്മരിക്കാനും നമിക്കാനും നമുക്കേവർക്കും സാധിക്കട്ടെ. അതിന് ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഈ വാക്കുകൾ ഗുരുപരമ്പരയുടെയും ഭഗവാന്റെയും പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.